ഡോക്ടർ സൈനുദ്ദീന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സംതൃപ്തിയാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അഫോർഡബിൾ ആയ ബഡ്ജറ്റിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഡോക്ടറെ പോലെ തന്നെ വളരെ ലളിതമായിട്ടാണ് ഈ ഫോമൽ ലിവിംഗ് ഇരിക്കുന്നത്. ഈ ഒരു ഷോവാളിന്റെ പുറത്ത് നമ്മൾ മനോഹരമായ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു നിലയിലാണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ സൈനുദ്ദീന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മിനിമലിസമാണ് ഈ വീടിൻ്റെ തീം. ലൈറ്റ് കളേഴ്സാണ്, മിനിമൽ ആയിട്ടുള്ള ഫർണിച്ചറുകളുമാണ് ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. 1672 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലാണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഹാർഡ്സ്കേപ്പിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള രണ്ടുപേരും ജോലിക്കാരാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് മാത്രമേ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റീരിയറിനേക്കാളും പ്രധാനം നമ്മൾ ഇൻറ്റീരിയറിന് കൊടുത്തു. ആ ഒരു കാമായിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വെഹിക്കിൾ ആക്സസിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു ലെങ്തി സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 5.5 മീറ്ററാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കാണുന്നത്. മുറ്റം വളരെ കുറവാണ്, സൈഡ് യാർഡും ബാക്ക് യാർഡൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം നമ്മൾ ലാൻഡ്സ്കേപ്പിന് കൊടുത്തിട്ടില്ല. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ജിപ്സം ബോർഡുകളോ അല്ലെങ്കിൽ മറ്റു ബോർഡുകളൊന്നും കൊടുത്തിട്ടില്ല. കോൺക്രീറ്റ് സ്ട്രക്ചറിൽ തന്നെ അതിലേക്ക് താഴെയുള്ള സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തു. അങ്ങനെയാണ് ഈ സിറ്റ് ഔട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിനെ മുഴുവൻ വിഡ്ത്ത് വൈസ് കവർ ചെയ്യുന്ന ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടൈലുകളാണ് ഇതിൻ്റെ മുകളിൽ, ഗ്ലാഡിങ് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷോവാളിൻ്റെ പുറത്ത് നമ്മൾ മനോഹരമായ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡും ഈ ഒരു വാളും മാത്രമാണ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ ഡോക്ടർ സൈനുദ്ദീൻ. ഇതെൻ്റെ വീടാണ്. തുടക്കത്തിൽ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ആശങ്കകളായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു വീടായി തീരുമെന്നുള്ള വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആക്കിക്ക് ടീമിനെ സമീപിക്കുന്നത്. ഇപ്പോൾ വളരെ സംതൃപ്തിയാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വീട് നമുക്ക് അഫോർഡബിൾ ആയൊരു ബഡ്ജറ്റിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. വീടിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും ആ വീട്ടിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ആ ഒരു സ്റ്റെപ്പിലൊക്കെ ഇവർ ആ യാത്രയിലുടനീളം കൂടെ നിന്നുള്ളത് ഭയങ്കര സംതൃപ്തി നൽകുന്നുണ്ട്. സിറ്റ് ഔട്ട് കടന്നെത്തുന്നത് വീടിൻ്റെ ഒരു ലെങ്തി ഫോയറിലേക്കാണ്. ഇവിടെ നമ്മൾ ഡോറ് തുറന്നാൽ ഈ ലെങ്തി ഫോയറാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലെങ്ത് വെച്ച് തന്നെയാണ് ഇതിൻ്റെ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ പോയി നമ്മൾ വ്യൂ എൻഡ് ചെയ്യുന്നത് ആ ഒരു അറബിക് കാലിഗ്രാഫിയിലാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഇതിൻ്റെ ഫോമൽ ലിവിംഗ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഫോമൽ ലിവിങ്ങിലാണ്. ഫോയറിൽ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവിങ്ങിൽ ഇരിക്കാൻ പറ്റും. എൽ ടൈപ്പിലാണ് നമ്മൾ ഈ ലിവിങ്ങിൻ്റെ സോഫ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 180 സൈസ് വരുന്ന ഓപ്പണിംഗ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവിങ്ങിലേക്ക് എത്താൻ പറ്റും. വലിയ ഓർണമെൻറ്റുകളൊന്നും കൊടുക്കാതെ മിനിമലായിട്ടാണ് നമ്മൾ ഈ ലിവിങ്ങിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടറെ പോലെ തന്നെ വളരെ ലളിതമായിട്ടാണ് ഈ ഫോമൽ ലിവിങ് ഇരിക്കുന്നത്. രണ്ട് വിൻഡോ കിട്ടുന്നുണ്ട്. ഒന്ന് സിറ്റ് ഔട്ടിലേക്കാണ്, ഒന്ന് ഇവരുടെ തന്നെ തറവാട് വീട് അപ്പുറത്തെ സൈഡിലുണ്ട്, അവിടേക്ക് തുറക്കാൻ പറ്റുന്ന ഒരു വിൻഡോ ഉണ്ട്. ഇതിൻ്റെ സീലിംഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം പ്ലസ് അതിൻ്റെ കൂടെ ലാമിനേറ്റ്സ്, വുഡൻ പ്ലസ് ലാമിനേറ്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിലൊരു ആരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു യു ടൈപ്പ് പ്രൊഫൈലായിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഫോമൽ ലിവിങ്ങിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്.
ലിവിങ്ങിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഈ വീടിൻ്റെ വിശാലമായ ഹാളിലേക്കാണ്. വലിയൊരു ഹാളാണ്. ഈ ഹാളിലാണ് നമ്മൾ ഡൈനിങ് കൊടുത്തിട്ടുള്ളത്, സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്, മറ്റു സ്പേസുകളിലേക്കൊക്കെ പോകാനുള്ള ഡോറുകൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഹാളിൽ നിന്നാണ്. ഈ വീടിൻ്റെ ഡൈനിങ് റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ചെയർസ് ആണ് നമ്മൾ ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിൽ ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ്. ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള വൈറ്റിൽ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു മൈക്ക ഫിനിഷിംഗ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിലൊരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് മനോഹരമായ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിന് പുറകിലായിട്ട് ഒരു 2.2 സൈസ് വരുന്ന വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കൃത്യം സെൻട്രലാണ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഈ വീടിൻ്റെ ഉൾഭാഗം വിശാലമാണ് എന്നുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ സ്റ്റെയർ വരുന്നത്. വുഡൻ ഫിനിഷിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മഹാഗണിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വുഡ്. ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ ലാൻഡിങ്ങിൽ നിന്ന് നമുക്കൊരു മെസ്നൈൻ ഫ്ലോറിലേക്ക് ഇറങ്ങാം. ഈ വീട്ടിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ആ ഏരിയ ഉപയോഗിക്കുന്നത്. താഴെ ടോയ്ലറ്റ് ആണ്. ആ ടോയ്ലറ്റിൻ്റെ സ്ലാബ് നമ്മളൊരു മെസ്നൈൻ ഫ്ലോറാക്കി മാറ്റി. അവിടെയാണ് ഈ സ്റ്റഡി പർപ്പസ് വരുന്നത്. അവിടെ നമുക്ക് മെസ്നൈൻ ഫ്ലോർ കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വലിയൊരു ഗ്ലാസ് കൊടുക്കാൻ പറ്റി. ആ ഗ്ലാസ് വഴിയാണ് ഈ വീടിൻ്റെ ഈ ഒരു കോമൺ ഏരിയയിലേക്ക് പ്രധാനമായും ലൈറ്റ് വരുന്നത്. ഡൈനിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ പ്രെയർ റൂം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ പ്രെയർ റൂം. പ്രെയർ റൂമിന് തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോർട്ട്യാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രെയർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്രീനറി സ്പോട്ടുകൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പ്രെയർ യൂണിറ്റ് ഒരു ഗ്രീനിഷ് ആണ്, കാമാണ്. ഇതാണ് ഈ വീടിൻ്റെ കോമൺ വാഷിംഗ് ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ടൈപ്പിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അതിലൂടെ തന്നെയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റിലേക്ക് പോകുന്ന എൻട്രൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കോമൺ ടോയ്ലറ്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ ഒരു വുഡൻ സ്റ്റെയറിൻ്റെ അടിയിലൂടെയാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഉള്ളത്. ഡോറ് നേരെ തുറന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തും. 4 മീറ്റർ സൈസിലാണ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം അലൈൻ ചെയ്തിട്ടുള്ളത്. വുഡൻ മൈക്ക പ്ലസ് ഒരു ലൈറ്റ് ക്രീം മൈക്കയാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ടിനൊക്കെ നമ്മൾ വുഡൻ കൊടുത്തു. വാർഡ്രോബിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റ് മൈക്കയിലേക്ക് കൊണ്ടുവന്നു. 2 കൺസെപ്റ്റ് മാത്രമായിരുന്നു ഡോക്ടർ നമ്മളോട് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ പറഞ്ഞത്. ഒന്ന്, മാസ്റ്റർ ബെഡ്റൂമിൽ എനിക്ക് ഇതുപോലൊരു സിറ്റിംഗ് വേണം, വിൻഡോനെ ബേസ് ചെയ്തിട്ട് ഒരു സിറ്റിംഗ് വേണം. അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ ഇങ്ങനെ ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അത് വിൻഡോയെ ഫേസ് ചെയ്തിട്ട് കൊടുത്തു. അതിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ഡോർ വരുന്ന വാർഡ്രോബ് 2 സൈഡിലേക്കും കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മളൊരു അപ്പർ ക്യാബിനറ്റ് കൊടുത്തു. ഈ അപ്പർ ക്യാബിനറ്റിൽ ബുക്ക് ഷെൽഫായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സീലിംഗിലേക്ക് നോക്കുന്ന സമയത്ത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു. വളരെ മിനിമലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ നമ്മൾ വുഡൻ തീം കൊണ്ടുവന്നിട്ടുണ്ട്. ബെഡ് കോട്ടിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള വുഡൻ തീമും സിലിണ്ടറിക്കൽ ലൈറ്റും ആണ് നമ്മൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ എവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന ബെഡ്റൂമാണ്. കന്നിമൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷൻ ഇവിടേക്ക് വേണമെന്നുള്ളത് തീരുമാനിക്കുകയായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് നമ്മളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിറർ ഉണ്ട്, ഓപ്പൺ ഷെൽഫുകളുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റിലേക്കുള്ള എൻട്രി.
ഈ ഒരു ടോയ്ലറ്റിന്റെ മുകളിലാണ് നമ്മൾ മെസനൈൻ ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ പോകുന്നത് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം ആണ്. ഡോറ് തുറന്നാൽ നമ്മളൊരു ഫോയറിലേക്കാണ് എത്തുക. ആ ഫോയർ കഴിഞ്ഞിട്ട് വേണം ബെഡ്റൂമിലേക്ക് എത്താൻ. ഇതിന്റെ ഫർണിച്ചർ അലൈൻമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബെഡ്റൂമിന്റെ അലൈൻമെന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സീലിംഗ് സ്പേസ് ആ ഒരു സെയിം ഡിസൈൻ നമ്മൾ ഇവിടേക്ക് റിപ്പീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മിനിമലിസം നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ പറ്റി. ഇവിടെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. നോർമൽ റൗണ്ട് ലൈറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സെൻറ്ററിൽ നമ്മളൊരു സിംഗിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും വുഡൻ മൈക്കയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ സ്ലൈഡിംഗ് ഡോറിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു ലൈറ്റ് മാർബിൾ ടച്ചിലേക്കുള്ള ഒരു മൈക്കയായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ഒഴിവാക്കി നോർമൽ കേർട്ടൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാർബിൾ ടച്ചുള്ള മൈക്കയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഔട്ടർ ഏരിയയിൽ നമ്മൾ വുഡൻ തന്നെ കൊടുത്തു. ഫസ്റ്റ് ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂമിൽ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് കടന്നിട്ട് വേണം ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് പോകാൻ. ഇവിടെ നമ്മളൊരു മിറർ കൊടുത്തു, ഒരു കോസ്മെറ്റിക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് ഈ വീടിൻ്റെ വിശാലമായ കിച്ചണാണ്. 4.5 മീറ്റർ ആണ് നമ്മൾ ഈ കിച്ചൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യു ടൈപ്പിലാണ് ബാക്കിയുള്ള കൗണ്ടേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളർ മൈക്ക ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മളിതിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ യു ടൈപ്പ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് ആണ്. ഹെഡ് ക്യാബിൻസ് ഉണ്ട്. ഹെഡ് ക്യാബിൻസിനും കൗണ്ടറിനും നമ്മൾ സെയിം കളറാണ് കൊടുത്തിട്ടുള്ളത്. ടേബിൾ ടോപ്പായിട്ട് ഇവിടെയും ബ്ലാക്ക് കൊടുത്തു. ഇവിടെയാണ് ഈ വീടിൻ്റെ ഹോബ് വരുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായി നമ്മൾ ഇവിടെ ഒരു വീതി കുറഞ്ഞ ലെങ്ത് കൂടിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ക്യാബിൻസിൻ്റെ നേരെ താഴെ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ പൗഡേഴ്സൊക്കെ ഉള്ള ടിന്നുകൾ, ഇതുപോലുള്ള ഗ്ലാസസ് ഒക്കെ വെക്കാൻ പറ്റിയ ഓപ്പൺ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ വീടിൻ്റെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിന് പുറകിലായി വലിയൊരു വിൻഡോ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഹാങ് ലൈറ്റ് 2 സൈഡിലായിട്ട് നമ്മൾ ഹാങ് ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്ത് വേയോട് ചേർന്നിട്ടാണ് നമ്മളൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന ഡോറ്, എക്സിറ്റ് ഡോറ്, ഈ ഒരു പാത്ത് വേ, ഈ പാത്ത് വേയിൽ നിന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പർ ക്യാബിനറ്റും അതും സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞ് പ്രെയർ ഏരിയ, അത് കഴിഞ്ഞാൽ ബെഡ്റൂം, ഇത്രയും വിധത്തിലാണ് നമ്മൾ ഈ വീട് അലൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഷോവാളിൽ നമ്മൾ ഈ ഒരു ടൈലുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പകുതിയോളം സ്പേസിൽ നമ്മൾ ഗ്ലാഡിങ് കൊടുത്തു. അതിനിടയിലൊരു മനോഹരമായ കോട്ടിയാണ്. ഇത്രയുമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഇൻറ്റീരിയറിൽ നമ്മൾ 2 ബെഡ്റൂം, അതിന് അറ്റാച്ച്ഡായി 2 ടോയ്ലറ്റ്സ്, ഹാള്, സ്റ്റെയർ, കിച്ചണ്, ഒരു മെസനൈൻ ഫ്ലോറ്, ഇത്രയുമാണ് നമ്മൾ ഉൾഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.